ആക്ഷൻ സെറ്റ് പീസ് മാത്രമേ കൊള്ളാവൂ, അല്ലാണ്ടല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇമോഷൻ ഇല്ല, സ്ക്രീൻ പ്ലേ കൊള്ളില്ല, ഡയറക്ഷൻ കൊള്ളൂല. ഋത്തിക് റോഷനെ വെറുതെ കൊണ്ടുവന്നു, ഒരാവശ്യമില്ല. അല്ല, ആലിയ ഭട്ടിന്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഇല്ല, പുള്ളിക്കാരിക്ക് ഈ ക്യാരക്ടർ ഫിറ്റ് ആവത്തില്ലടാ. സ്ക്രീൻ പ്ലേ ഭയങ്കര വീക്കാണ്. ഭയങ്കര വീക്കാ. അയ്യോ, ഭയങ്കര മോശം. ഡയലോഗ് ഡെലിവറി ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളില്ല. കൊള്ളില്ല. അതെന്നെ ഒറ്റ ബാക്കി കൊള്ളില്ല. BGM ഒക്കെ എങ്ങനെയുണ്ട്? BGM ഒക്കെ ഒന്നിനും കൊള്ളില്ല. കുറെ ഇംഗ്ലീഷ് സിനിമയിലെ കോപ്പേടി. വാണ്ടഡ് ഉണ്ട്, ജോൺ വിക്ക് ഉണ്ട്, ബാലറീന ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ കോപ്പേടി കാണാം. അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ആ ഒരു ആവറേജ് അബോ ആവറേജ് എക്സ്പീരിയൻസ്. പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഭേദമാണ്. സ്പൈ യൂണിവേഴ്സിൽ ഇതുവരെയായിട്ട് ഇറങ്ങിയ ബെറ്റർ മൂവിയാണോ? സ്പൈ യൂണിവേഴ്സിൽ അല്ല, അത് ഓഫ് കോഴ്സ് ടൈഗർ ആണ്. ടൈഗർ 3 ടൈഗർ 3 ഇച്ചിരി ബെറ്റർ ആണ്. യഷ്രാജ് സ്പൈ യൂണിവേഴ്സിലെ കഴിഞ്ഞ 2 സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു സിനിമയാണെന്ന് പറയാനായിട്ട് പറ്റും. കഴിഞ്ഞ 2 സിനിമകളുടെ റിസൾട്ടും വെച്ച് നോക്കുമ്പോൾ വാർ 2ലും അതുപോലെ തന്നെ ടൈഗർ 3ലും നമുക്ക് ഇടയ്ക്ക് കണക്ഷൻ ലോസ്റ്റ് ആയി പോകുമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ആലിയ ഭട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട്. ബോബി ഡിയോളിൻ്റെയൊക്കെ ചെറുപ്പകാലമൊക്കെ കാണിക്കുന്നത് വളരെ നന്നായിട്ട് അദ്ദേഹം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ സിനിമയാണ്. ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പി ഉണ്ടോ? ഇംഗ്ലീഷ് സിനിമ നമുക്ക് ഇപ്പൊ മാർവലിന്റെ ഒക്കെ കുറച്ച് സാധനങ്ങൾ കോപ്പി അടിച്ച് വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ഇന്ത്യൻ സിനാരിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. നല്ലൊരു മൂവിയാടാ. പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയാ. പിന്നെ ഋതിക് റോഷന്റെ എൻട്രി അടിപൊളിയായിരുന്നു. പിന്നെ ഒരു അതർ ലാംഗ്വേജിലൂടെ റിലീസ് ചെയ്യായിരുന്നു. ഹിന്ദി ആയതുകൊണ്ട് മാത്രം പിന്നെ ആൾക്കാർ കയറുമെന്ന് എനിക്കറിയില്ല. കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? കണക്ഷനൊക്കെ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ഇതാക്കി മോശം എന്ന് പറയാൻ പറ്റത്തില്ല. നല്ലൊരു മൂവി. വാർ 2നും ടൈഗർ 3യെക്കാട്ടിലും ബെറ്റർ ആണ് സിനിമ. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു മൂവി. നല്ല സിനിമ. പക്ക ഒരു ആക്ഷൻ പടമാണോ? നിങ്ങളുടെ ഒരു സ്പൈ ആണോ അതോ? സ്പൈ വലുതായിട്ടില്ല, പക്ഷെ ആക്ഷൻ അടിപൊളിയാണ്. ക്യാമിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? തിയേറ്റർ കത്തിച്ചോ? ക്യാമേഴ്സ് ഒരു അടിപൊളി ക്യാമിയോ ഉണ്ട്. ആലിയ ഭട്ടിന്റെ ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ എല്ലാം അടിപൊളിയാണ്. ആക്ഷൻ എന്ന രീതിയിൽ പക്ക ഒരു പടം. പക്ക ആക്ഷൻ മൂവിയാണോ? ആക്ഷൻ മൂവിയാണ്. ഒരു സോൾജിയർ കഥയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്യാമിയോ കലക്കുന്നുണ്ട്. സ്റ്റാർട്ടിട്ട് നമ്മൾ സ്ക്രീനിൽ പിടിച്ചിരുന്നുണ്ടോ? കുഴപ്പമില്ല, പിടിച്ചിരുന്നുണ്ട്. ആലിയ ഭട്ട് ആക്ഷനൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്.